ഹിന്ദു സമൂഹം വ്യക്തമായിട്ട് മനസ്സിലാകണം. UDF ജയിച്ച എല്ലാ സ്ഥലത്തും, കോട്ടയടക്കം, കോട്ടയായാലും പത്തനംതിട്ട ആയാലും എല്ലാ സ്ഥലത്തും ഹിന്ദുക്കൾക്ക് അധികാര സ്ഥാനങ്ങൾ കിട്ടിയില്ല. അതിന് പകരം ഈ അധികാര സ്ഥാനങ്ങൾ മുഴുവൻ മുസ്ലിങ്ങൾക്കും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമായിട്ട് ഡിവൈഡ് ചെയ്യപ്പെട്ടു. എറണാകുളം ബെസ്റ്റ് എക്സാമ്പിളാണ്. 3 പേരേ ഉള്ളൂ, 3 കൗൺസിലർമാരെ എറണാകുളത്ത് മുസ്ലിം ലീഗിന് കിട്ടിയുള്ളൂ. പക്ഷേ ഡെപ്യൂട്ടി മേയർ സ്ഥാനം മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് UDFന്റെ എല്ലാ കാലവും UDF വന്നു കഴിഞ്ഞാൽ അതിനെ മുസ്ലിം ലീഗ് ദുരുപയോഗം ചെയ്യും എന്നുള്ള കാര്യം സത്യമാണ്. അതിനെതിരെ ചെറുവിരൽ ഞൊടിക്കാനുള്ള ത്രാണി UDF നേതാക്കൾക്കില്ല. ആകെ ഒരു അഭിപ്രായം പറഞ്ഞത് AK ആന്റണി മാത്രമാണ്. മത്തായി മാഞ്ഞൂരാൻ സ്മാരക പ്രഭാഷണത്തിലും കാരൂർ സ്മാരക പ്രഭാഷണത്തിലും ന്യൂനപക്ഷ ഇതിന്റെ പേരിൽ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, റിയലായിട്ട് യഥാർത്ഥത്തിൽ കിട്ടേണ്ട അവകാശങ്ങൾ പോലും ന്യൂനപക്ഷ വിഭാഗങ്ങൾ കൊള്ളയടിക്കുന്നുണ്ട് എന്നുള്ള സത്യം AK ആന്റണി പറഞ്ഞു. അതുകൊണ്ടാണ് ആന്റണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി ഡൽഹിക്ക് പോകേണ്ടി വന്നത്. അപ്പൊ ഇത് എല്ലാ കാലത്തും കേരളത്തിലെ കോൺഗ്രസിലെ ഗ്രൂപ്പ് വഴക്ക് ചത്ത കുതിരയാണെന്ന് നെഹ്റു പറഞ്ഞ മുസ്ലിം ലീഗിനെ ഇവർ പുനരുജ്ജീവിപ്പിച്ചു കൊണ്ടുവന്ന് ഇപ്പൊ വന്നിരിക്കുന്ന അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഖജനാവിന്റെ 80% വരുന്ന വകുപ്പുകൾ വ്യവസായം, വിദ്യാഭ്യാസം, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം, ഈ 4 സുപ്രധാന വകുപ്പുകൾ മുസ്ലിം ലീഗിന്റെ കയ്യിലാണ്. മൊത്തം ഖജനാവിന്റെ ചെലവിന്റെ 80% വരുന്ന വകുപ്പുകളാണ്. ഈ വകുപ്പുകളിൽ മുഴുവൻ ഉമ്മൻചാണ്ടി സർക്കുലർ ഇറക്കിയത് ഓർമ്മയുണ്ടാവും. പേഴ്സണൽ സ്റ്റാഫിലെ 27 സ്റ്റാഫിൽ ഒരാളെയെങ്കിലും ഹിന്ദു അല്ല ഏതെങ്കിലും ഇതര സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യാനിയെങ്കിലും വെക്കണമെന്ന് ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗുകാർക്ക് ആദ്യം പേഴ്സണലായിട്ട് ആവശ്യപ്പെട്ടിട്ട് ചെയ്യാത്തതുകൊണ്ട് സർക്കുലർ കൊടുക്കേണ്ടി വരും. ഉമ്മൻചാണ്ടിയുള്ള സമയത്താണ് ഇവര് 5ാം മന്ത്രിയെ പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചത് മാറ്റാൻ പറ്റില്ല. രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ, മുന്നണി എന്ന നിലയിൽ, മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അല്ലാതെ ആധ്യാത്മിക നേതാവ് എന്ന നിലയിൽ തങ്ങളെ പരിഗണിക്കേണ്ട കാര്യമുണ്ടോ? രാജ്യസഭാ സീറ്റ് തങ്ങൾ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞിട്ട് രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗ് കൊണ്ടുപോയി. എന്താ കേരളത്തിൽ നടക്കുന്നത്? അബ്ദുറബ്ബ് മന്ത്രിയായിരുന്നപ്പോ മന്ത്രിയുടെ മന്ദിരത്തിന്റെ പേര് ഗംഗ എന്നായതുകൊണ്ട് ഞാൻ അവിടെ താമസിക്കില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി പഠിച്ച ആളാണ്. എന്നിട്ട് ഗംഗ എന്നുള്ള പേര് ഗ്രേസ് ഒന്ന് മാറ്റേണ്ടി വന്നു. കേരളത്തിലെ സ്കൂളുകൾ ആരംഭിച്ച കാലം മുതലുള്ള ബ്ലാക്ക് ബോർഡുകൾ മാറ്റിയിട്ട് പച്ച ബോർഡുകളും ഉണ്ട്. ഈ മതാധിപത്യത്തെ എങ്ങനെ ചെറുക്കാനാകും, സഹിക്കാനാകും? കേരളത്തിലെ ഹിന്ദു സമൂഹം ഇത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം.